ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു യുവർ ചാനൽ കീം ഓൺ ഫയർ. അപ്പോൾ നമ്മൾ ക്യുസാറ്റിൻ്റെ PYQs ആണ് ചെയ്യുന്നത്. കീമിന് നമ്മൾ സെയിം ക്വസ്റ്റ്യൻസ് തന്നെ യൂസ് ചെയ്യാം. സോ ഓൾമോസ്റ്റ് സിമിലർ ആണ് രണ്ടിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇത് ഇച്ചിരി കൂടെ ടഫായിരിക്കും ചില കേസിൽ, പക്ഷേ ഇപ്പം നമ്മൾ കണ്ടു ലാസ്റ്റ് ഡേ കീമിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇച്ചിരി ടഫായിരുന്നു. ബട്ട് ഫിസിക്സിൻ്റെ ഇക്വേഷൻസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. സോ ഇത് ലാസ്റ്റ് ഡേ പാർട്ട് 2ൻ്റെ ഹോംവർക്ക് പ്രോബ്ലം ആണ്. ഇന്ന് നമുക്ക് പാർട്ട് 3 ആണ് നെക്സ്റ്റ്. I'll change it that to part 3. So question ഒന്ന് വായിക്കാം. A mass M is suspended from a spring of negligible oscillation. Negligible mass and the system oscillates with a frequency F1. The frequency of oscillation is F2 when the mass changes to 60 m ന് വരെ 16 m ആക്കി is suspended from the same spring. Same spring ആണെന്ന് പറയുന്നത്. So that means എന്താണ്, നമ്മുടെ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് ഈസ് സെയിം. കെ ഈസ് സെയിം. സ്പ്രിംഗ് കെ ഈസ് സെയിം. ദ വാല്യൂ ഓഫ് F1/F2 ആണ് ചോദിച്ചേക്കുന്നത്. സോ നമുക്ക് ഇക്വേഷൻ അറിയാം. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 1/2π × √(k/m). നമുക്കതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് ഡിലീറ്റ് ചെയ്യും. സോ നമുക്ക് ഇതിൽ നിന്ന് എന്താ എഴുതാം? എന്തൊക്കെയാണ് തന്നേക്കുന്നത്? M1 എന്ന് പറയുന്നത് M1 തന്നിട്ടുണ്ട്. M2 ഈസ് ഗിവൺ ആസ് എത്രയാണ്? 16 m. അത് മാത്രമേ തന്നിട്ടുള്ളൂ. K എന്ന് പറയുന്നത് K1 ഈസ് ഈക്വൽ ടു K2. സെയിം സ്പ്രിങ് ആയതുകൊണ്ട് ഇറ്റ് ഈസ് K ഇറ്റ് സെൽഫ്. ഓക്കെ, നമുക്ക് F1 എന്ന് പറഞ്ഞാൽ എടുക്കാം. F1 അതിന് ഡയറക്റ്റ്ലി F1/F2 അങ്ങോട്ട് എടുക്കാം. F1/F2 ഈസ് ഈക്വൽ ടു 1/2π × √(k/m). K1/m1 divided by 1/2π × √(k2/m2). 1/2π ക്യാൻസൽ ചെയ്യാം. K1ഉം K2 സെയിം ആയതുകൊണ്ട് ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്ത് വരും? ഈ M2 മുകളിലേക്ക് പോകും. M2/m1 അല്ലേ? ഈക്വൽ ടു M2 എത്രയാണ്? 16 m ഡിവൈഡഡ് ബൈ വെറും m ക്യാൻസൽ ചെയ്ത് √16 ഈസ് 4. സോ F1/F2 ഈസ് ഈക്വൽ ടു 4. എന്താ ചോദിച്ചേക്കുന്നത്? ഓക്കെ, 4/1 നമുക്ക് എഴുതാം. സോ F1/F2 ഈസ് ഈക്വൽ ടു 4:1. ദാറ്റ് ഈസ് ദ ആൻസർ. സി ഈസ് ദ ആൻസർ. സിമ്പിൾ അല്ലേ? ജസ്റ്റ് യു നീഡ് ടു റിമെമ്പർ ദ ഇക്വേഷൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നമ്മളിതെല്ലാം പഠിച്ചതാണ് പാസ്കൽസ് ലോ ഒക്കെ. സോ ബേസ്ഡ് ഓൺ ദാറ്റ് ദ ക്വസ്റ്റ്യൻ ഈസ് ബേസ്ഡ് ഓൺ ദാറ്റ് പാസ്കൽസ് ലോ. ഓക്കെ, എ ഹൈഡ്രോളിക് ഓട്ടോമൊബൈൽ ലിഫ്റ്റ് ഈസ് ഡിസൈൻ ടു ലിഫ്റ്റ് വെഹിക്കിൾ. എപ്പോഴെങ്കിലും ഹൈഡ്രോളിക് ഓട്ടോമൊബൈൽ ലിഫ്റ്റ് എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡിസൈൻ ടു ലിഫ്റ്റ് വെഹിക്കിൾ ഓഫ് മാസ് 5000 kg. ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് സിലിണ്ടർ ക്യാരിയിങ് ലോഡ് ഈസ് 250 cm². നോട്ട് ദ യൂണിറ്റ്സ്. ദ മാക്സിമം പ്രഷർ ദ സ്മോൾ പിസ്റ്റൺ വുഡ് ഹാവ് ടു ബിയർ ഈസ്. അപ്പോൾ ഇതെങ്ങനെയും കണ്ടു കഴിഞ്ഞാൽ ആദ്യം തന്നെ മനസ്സിലാക്കിക്കോണം. ദിസ് ഈസ് ഫ്രം എന്താണ്? ഹൈഡ്രോളിക് ലിഫ്റ്റ് അല്ലെങ്കിൽ കാർ ലിഫ്റ്റ് എന്നൊക്കെ പറയുന്ന പോർഷനിൽ നിന്നാണ്. സോ ആസ് പെർ പാസ്കൽസ് ലോ എന്താ പറയുന്നത്? ഇങ്ങനെ ഒരു വെസലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ നമ്മളൊരു അഡീഷണൽ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ, ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ദ സെയിം പ്രഷർ. വേറെ ഏതൊക്കെ ഓപ്പണിംഗ് ഉണ്ടോ അവിടെയെല്ലാം നമുക്ക് സെയിം പ്രഷർ കിട്ടും. സോ P ഈസ് ഈക്വൽ ടു ഇവിടുത്തെ P എന്ന് പറയുന്നത് F1/A1. കാരണം ഇവിടെ ഏരിയ കുറവാണ്. അപ്പോൾ കുറഞ്ഞ ഏരിയയിൽ നമ്മൾ എന്താ പറയുക, ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏരിയ കൂട്ടിക്കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് മോർ ഫോഴ്സ് ഹിയർ. പ്രഷർ സെയിം ആയതുകൊണ്ട് കേട്ടോ, ഏറ്റവും. സോ ഹിയർ വി ക്യാൻ അപ്ലൈ ലെസ് ഫോഴ്സ്. അപ്പോൾ ഇതുകൊണ്ട് നമുക്കൊരു ഹെവി ആയിട്ടുള്ള ഒരു വണ്ടിയെ പോലും നമുക്ക് ഇവിടെ ചെറിയൊരു ഫോഴ്സ് കൊടുത്തുകൊണ്ട് നമുക്ക് ഉയർത്താൻ പറ്റും. ഇവിടുത്തെ ഫോഴ്സ് കുറവായിരിക്കും, ഇവിടുത്തെ ഫോഴ്സ് കൂടുതലായിരിക്കും. സോ കാരണം ഏരിയ കൂടുതലായതുകൊണ്ട് നമ്മളത് കുറച്ച് കൊടുത്താൽ മതി. സോ P1 ഈസ് ഈക്വൽ ടു P2 ഈസ് ഈക്വൽ ടു P. അപ്പം നമുക്ക് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? ഇവിടുത്തെ ഈ വെഹിക്കിളിൻ്റെ വെയിറ്റ് തന്നിട്ടുണ്ട്. വെയിറ്റ് ഓഫ് വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? F2 ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു G. M തന്നിട്ടുണ്ട്. M ഈസ് ഈക്വൽ ടു മാസ് ഈസ് 5000 kg അല്ലേ? സോ mg എന്ന് പറഞ്ഞാൽ G 10 ആയിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. 5000 × 10 ഈസ് ഈക്വൽ ടു 5 × 10⁴. ഇത്രയും ന്യൂട്ടൺ. F2 കിട്ടി. A2 എത്ര തന്നേക്കുന്നത്? A2 ഈസ് ഗിവൺ ആസ് 250 cm². അപ്പോൾ cm² നമുക്ക് m² ആക്കാം. × 10⁻⁻⁴ m². SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തു. നൗ അഗെയിൻ P2 ഈസ് ഈക്വൽ ടു P SI ഈക്വൽ ടു എന്താണ്? F2/A2.
ജസ്റ്റ് യു ഡിവൈഡ് എത്രയാണ് കിട്ടുന്നത് 5 ഇൻറ്റു 10⁻4 ഡിവൈഡഡ് ബൈ 250 ഇൻറ്റു 10⁻⁻4. അപ്പം 5 25 50 കിട്ടി. ശരി, ഇതിനെ ഒരു 100 ഇൻറ്റു 10⁻2 എന്ന് എഴുതാം. ഇൻറ്റു താഴത്തെ 4 മുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ പിന്നെ 4 ആയി ഡിവൈഡഡ് ബൈ 50. ഇത് വെട്ടിക്കഴിയുമ്പോൾ എത്രയായി 2. അപ്പോൾ 2 ഇൻറ്റു 4 2 6 2 ഇൻറ്റു 10⁻6 Newton/meter². സോ ദിസ് ഈസ് ദ ആൻസർ. ഓക്കെ, ദ ആൻസർ ഈസ് ഗിവൺ. Newton/meter² എന്ന് പറയുന്നത് തന്നെയാണ് പാസ്കൽ എന്ന് പറയുന്നത്. ഓക്കെ, പാസ്കൽസ് ലോ ആയതുകൊണ്ടായിരിക്കും അവർ പാസ്കൽ തന്നെ തന്നേക്കുന്നത്. വാട്ട് എവർ മേ ബി ദ റീസൺ. പി എന്ന് പ്രഷർ എന്ന് പറയുന്നത് നൗ വി ആർ ഗെറ്റിംഗ് ദ ആൻസർ ആസ് 2 ഇൻറ്റു 10⁻6. ഓക്കെ, ഇത്രയും പാസ്കൽ. സിമ്പിൾ അല്ലേ? ജസ്റ്റ് യു റിമെമ്പർ ദിസ് പാസ്കൽസ് ലോ. പാസ്കൽസ് ലോ എന്ന് പറയുന്നത് ഹൈഡ്രോളിക് ലിഫ്റ്റ് അല്ലെങ്കിൽ കാർ ലിഫ്റ്റിൻ്റെ കേസിൽ ദ പ്രഷർ ഹിയർ ഇസ് ഈക്വൽ ടു പ്രഷർ ദ അതർ സൈഡ്, പ്രഷർ ഓൺ ദ അതർ സൈഡ്. കാർ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വി ആർ അപ്ലൈയിങ് വൺ പ്രഷർ, ദ സെയിം പ്രഷർ വിൽ ഗെറ്റ് ദെയർ. രണ്ടിടത്തെ പ്രഷർ ഈക്വൽ ആയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ F1/A1 ഇസ് ഈക്വൽ ടു F1 ബൈ, ഇതാണ് ഇക്വേഷൻ, F1/A1 ഇസ് ഈക്വൽ ടു F2/A2. പ്രഷറിനെ നമ്മൾ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യുക, ഫോഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഇവിടുത്തെ കുഞ്ഞ് ഏരിയ, അവിടുത്തെ വലിയ ഏരിയ. ഓക്കെ, സോ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. Just remember that formula, hydraulic lift and Pascal's law. സൗണ്ട് മിസ്സായിപ്പോയി. സോ സോറി ഫോർ ദാറ്റ്. ആക്ച്വലി ഞാൻ പറയാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കീമിൻ്റെ ഫസ്റ്റ് ഒരു ദിവസത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞിരിക്കുകയാണ്. സോ ഇൻ ദാറ്റ് ക്വസ്റ്റ്യൻ കുട്ടികളുടെ ഫീഡ്ബാക്ക് കിട്ടിയതനുസരിച്ച് നമ്മൾ മാത്തമാറ്റിക്സിന് കുറേ ലെങ്തി പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവർക്ക് സമയം തികഞ്ഞില്ല. ഫിസിക്സ് ഇക്വേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. കെമിസ്ട്രി വാസ് ഓൾസോ സിമ്പിൾ, കുറേ തിയറി ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. സോ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സിൽ നിങ്ങൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാതെ ചെയ്യാൻ പറ്റുന്നത് പെട്ടെന്ന് ചെയ്തു പോവുക. ലെങ്തി ആണെന്ന് തോന്നുന്നത് യു ജസ്റ്റ് സ്കിപ്പ് ഫോർ ലേറ്റർ. പ്രിവ്യൂ ആയിട്ട് നിങ്ങൾ പിന്നീട് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്തിട്ടേക്കുക. എന്നിട്ട് ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ ഓടിച്ച് നോക്കിയതിന് ശേഷം പിന്നെ വന്നിട്ട് ഈ ലെങ്തി ചെയ്താൽ മതി. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ ബി കൺസേൺ അബൌട്ട് അവർ ടൈം. 140 ക്വസ്റ്റ്യൻസ് നമുക്ക് കവർ ചെയ്യേണ്ടേ. അപ്പോൾ ചിലപ്പോൾ ലാസ്റ്റൊക്കെ ആയിരിക്കും വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവുന്നത്. സോ ബി കെയർഫുൾ ഫോർ ദാറ്റ് തിങ്. സോ അതുകൊണ്ട് നിങ്ങൾ ടൈം വളരെ ലെങ്തി ആയിട്ട് മാത്സിൻ്റെയോ ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ നിങ്ങളതവിടെ സ്റ്റോപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ചെയ്യാൻ അറിയാവുന്നതായിരിക്കും. ബട്ട് സ്റ്റിൽ ഇഫ് യു ഫീൽ ദാറ്റ് ഇറ്റ്സ് ലെങ്തി അതന്നെ അവിടെ വിട്ടിട്ട് ബാക്കിയൊക്കെ ചെയ്ത് പോവുക. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കാം. ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദ പ്ലാനറ്റ് എ ഈസ് 9 times the acceleration due to gravity on the planet B. A man jumps to a height of 2 meters on the surface of A. What is the height of jump by the same person on the planet B? അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത്? ദ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദ പ്ലാനറ്റ് എ. 2 പ്ലാനറ്റ് ഉണ്ട്. പ്ലാനറ്റ് എ ഉണ്ട്, പ്ലാനറ്റ് ബി ഉണ്ട്. പ്ലാനറ്റ് എയുടെ കേസിൽ ബി ഉണ്ട്. പ്ലാനറ്റ് ബി 9 times ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ പ്ലാനറ്റ് ബി. അപ്പോൾ പ്ലാനറ്റ് ബീൻ്റെ കേസിൽ ഇഫ് G1 എന്ന് പറയുന്നത് G ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഹിയർ ഇറ്റ് ഈസ് G1 അല്ലേ, G2 എടുക്കാം. അല്ലെ G ഓഫ് ബി ഈസ് G എന്ന് എടുത്തു കഴിഞ്ഞാൽ വാട്ട് ഈസ് G ഓഫ് എ എന്ന് പറയുന്നത്? G ഓഫ് എ ഈസ് 9 times ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ പ്ലാനറ്റ് ബി. സോ ഇറ്റ് ഈസ് 9 times G. ഇതിലാർക്കും കൺഫ്യൂഷൻ ഇല്ലല്ലോ. എ ഈസ് ഗിവൺ ആസ് 9 times ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ പ്ലാനറ്റ് ബി. പ്ലാനറ്റ് ബീൻ്റെ ഗ്രാവിറ്റി എന്ന് പറയുന്നത് G ആയിട്ട് എടുക്കുകയാണെങ്കിൽ പ്ലാനറ്റ് എയുടെ ഗ്രാവിറ്റി
9g ആണ്. ഇനിയിപ്പോൾ എന്താ പറഞ്ഞത്, പ്ലാനറ്റ് എയിൽ ഒരു പയ്യൻ ഇങ്ങനെ ചാടുന്നുണ്ട്, ഒരാളിങ്ങനെ മുകളിലേക്ക് ചാടിക്കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി, ഒരു 2 മീറ്റർ ഹൈറ്റിൽ അങ്ങേർക്ക് ചാടാൻ പറ്റി. അറ്റ് എ ഹൈറ്റ് ഓഫ് 2 മീറ്റർ ഓൺ സർഫസ് ഓഫ് എയിൽ എയുടെ പ്ലാനറ്റിൽ എ എന്ന് പറഞ്ഞ പ്ലാനറ്റിൽ ഒരു 2 മീറ്റർ അങ്ങേർക്ക് ചാടാൻ പറ്റി. അത് കഴിഞ്ഞ് കാരണം നമുക്കറിയാം മുകളിലേക്ക് പോകുന്നതോറും ആക്സലേഷൻ ഇങ്ങോട്ട് തിരിച്ചു വരുന്നതുകൊണ്ട് 2 മീറ്റർ എത്തിയപ്പോഴത്തേക്കും അങ്ങനെ ചാട്ടമൊക്കെ നിന്നു. സോ വാട്ട് വിൽ ബി ദ കേസ്, അങ്ങനെയാണെങ്കിൽ ബിൻ്റെ കേസിൽ എന്തുമാത്രം ഹൈറ്റിൽ അങ്ങേർക്ക് ചാടാൻ പറ്റും, ഹൈറ്റാണ് ചോദിച്ചേക്കുന്നത്. സോ നമ്മുടെ പണ്ടത്തെ ഇക്വേഷൻ എടുക്കാം, v² - u² = 2as അല്ലേ, ആ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എയ്ക്ക് പകരം നമുക്ക് ഇവിടെ എന്ത് എഴുതാം, v² - u². ഇവിടെ എ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാത്രമേ എഫക്റ്റ് ചെയ്യുന്നുള്ളൂ. സോ 2g × s. അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി രണ്ടിടത്തും ഇങ്ങേരി ചാടുമ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി 0. അപ്പോൾ v² = 2gs ആണ്. നമുക്ക് ജീനെ എഴുതുക, g = v² അല്ല ജി അല്ലല്ലോ, നമുക്ക് ഡിസ്റ്റൻസ് അല്ലേ വേണ്ടേ, s = v² / 2g. ഇതാണ് നമ്മുടെ ബേസിക് ഇക്വേഷൻ, ഇതിൽ നിന്ന് ഡെറൈവ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കാണേണ്ടത്. എയുടെ ഡിസ്റ്റൻസ് 2 എന്ന് തന്നിട്ടുണ്ട്. വാട്ട് വിൽ ബി ദ ഡിസ്റ്റൻസ് ഓഫ് എച്ച് അല്ലെങ്കിൽ എസ് എഴുതാം, എസ് ഓഫ് ബി. അപ്പോൾ ഇത് നമുക്ക് v² പ്രത്യേകിച്ച് ഒന്നും തന്നിട്ടില്ല. അപ്പോൾ സെയിം വെലോസിറ്റിയിൽ ഇത് മുകളിലേക്ക് പോകുന്നെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. സോ എസ് ഈസ് പ്രപ്പോർഷണൽ ടു 1/g. അത് കിട്ടിയല്ലോ. അതിൻ്റെ അർത്ഥം എന്താ, s of a by s of b is equal to g of inversely proportional g of b by g of a. അപ്പോൾ s of a എത്രയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്, s of a is equal to 2 meters. അതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വി നീഡ് ടു ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് അറ്റ് ബി. പ്ലാനറ്റ് ബിയിലെ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കുക. g of b എത്രയാണ്, g of b is g of a എന്ന് പറഞ്ഞാൽ 9g. സോ എസ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ ജി ക്യാൻസൽ ചെയ്യാം. എസ് ഓഫ് ബി അങ്ങോട്ട് പോകുന്നു, 9 × 2, ആൻസർ ഈസ് 18 meters. അപ്പോൾ ഇവിടെ 2 മീറ്ററിൽ പൊങ്ങുന്നയാൾ ജി വെറും 9 / 9 ആകുമ്പോൾ 18 മീറ്റർ അങ്ങേർക്ക്, അത്രയും കുറഞ്ഞ അട്രാക്ഷനല്ലേ ഉള്ളൂ. അപ്പോൾ 18 മീറ്റർ വരെ അങ്ങേർക്ക് മുകളിലേക്ക് പോകാൻ പറ്റും. ഓക്കെ, സോ ആൻസർ ഈസ് ഡി. സോ ഇറ്റ്സ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഈ ഒരു ഇക്വേഷൻ നമ്മൾ പണ്ടത്തെ ലോസ് ഓഫ് മോഷനിലെ ഇക്വേഷൻ ഇങ്ങോട്ട് എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഡിസ്റ്റൻസ് ആണ് ചോദിച്ചേക്കുന്നത്. ആക്സിലറേഷൻ, രണ്ടിൻ്റെ ആക്സിലറേഷൻ തന്നിട്ടുണ്ട്, എന്തുമാത്രം ഹൈറ്റിൽ ഇയാൾക്ക് പോകാൻ പറ്റും. ഇറ്റ്സ് എ ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ. നിങ്ങളത് ഓർത്തെഴുതാൽ മതി. v² - u² = 2as നമുക്ക് അറിയാം. ആ ഇക്വേഷനിൽ എയുടെ സ്ഥാനത്ത് നമ്മൾ ജി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത് വെച്ചിട്ട് ഫസ്റ്റ് നമുക്കറിയാം v² സെയിം ആണ് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. ചിലപ്പോൾ ഇനി വിയും ഡിഫറൻ്റ് ആയിട്ടെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷനിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ഫസ്റ്റിൻ്റെ എസ് അറിയാം, അങ്ങനെയാണെങ്കിൽ s2 കണ്ടുപിടിക്കാം. സോ ദിസ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ആ ഒരു രണ്ടും തമ്മിലൊന്ന് കണക്ട് ചെയ്യാനുള്ളൊരു ലോജിക്ക് നമ്മൾ ഓർത്താൽ മതി. 2 തിയറി ക്വസ്റ്റ്യൻസ് ആണ്. 2 astronauts are floating in gravitational free space after having lost control with their spaceship. The two will. അപ്പോൾ 2 ആസ്ട്രോനട്ട് ഉണ്ട്, അവരെ കൊണ്ട് അവരുടെ സ്പേസ് ഷിപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ബട്ട് ആ ഇറങ്ങിയ സ്പേസിലാണെങ്കിൽ വേറെ യാതൊരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ആക്ട് ചെയ്യുന്നില്ല. ഗ്രാവിറ്റേഷണൽ വേറെ വലിയ ബോഡീസ് ഒന്നുമില്ല, അതിൻ്റെ ഒന്നും ഗ്രാവിറ്റേഷണൽ എഫക്റ്റിലല്ല അവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ ടു ദം? കീപ് ഫ്ലോട്ടിംഗ് അറ്റ് സെയിം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം, മൂവ് ടുവേർഡ്സ് ഈച്ച് അതർ, മൂവ് എവേ ഫ്രം ഈച്ച് അതർ, വിൽ ബിക്കം സ്റ്റേഷനറി. അപ്പം നമുക്കറിയാം ഏതൊരു 2 ബോഡി ഉണ്ടെങ്കിലും അത് തമ്മിൽ എപ്പോഴും എന്തുണ്ടാവും, ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും. എപ്പോഴും അട്രാക്റ്റീവ് ഫോഴ്സ് മാത്രമേ ഉള്ളൂ. സോ ദാറ്റ് ഈസ് ഗ്രാവിറ്റേഷണൽ അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. അത് എപ്പോഴും എന്തായിരിക്കും, എപ്പോഴും അട്രാക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ 2 ബോഡി വേറെ ഫീൽഡ് വേറെ കാര്യങ്ങളോ വലിയ പ്ലാനറ്റ്സ് ഒന്നും അടുത്തില്ലെങ്കിൽ ഇവർ തമ്മിൽ പരസ്പരം അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. സോ ദാറ്റ് ഈസ് മൂവ് ടുവേർഡ്സ് ഈച്ച് അതർ. അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് വരാനായിട്ട് ആ 2 പേരും പരസ്പരമുള്ള അട്രാക്റ്റീവ് ഫോഴ്സിൽ അവർ പെടും. കാരണം വേറെ വലിയ ഫോഴ്സ് ഒന്നും ഇല്ലയെന്ന് അവർ പറയുന്നുണ്ട്. വേറെ ഗ്രാവിറ്റേഷൻ ഫ്രീ സ്പേസ് എന്ന് പറയുന്നത് കൊണ്ട് ഇത് വേറെ എന്തെങ്കിലും വലിയൊരു പ്ലാനറ്റ് ഇവിടെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫോഴ്സ് എന്ന് പറയുന്നത് ഇവർ തമ്മിലുള്ള ഫോഴ്സിനേക്കാൾ കൂടുതലാണെങ്കിൽ ബോത്ത് ഓഫ് ദം വിൽ അട്രാക്ട് ടുവേർഡ്സ് ദാറ്റ്. ഇത് അതിനെ അവരെ അങ്ങോട്ട് വിളിക്കുമല്ലോ. സോ ബോത്ത് ഓഫ് ദം വിൽ അട്രാക്ട് ടുവേർഡ്സ് ദാറ്റ് പ്ലാനറ്റ്. പക്ഷേ ഇവിടുത്തെ കേസിൽ നമുക്ക് അങ്ങനെയൊന്നുമില്ല. ഗ്രാവിറ്റേഷൻ ഫ്രീ സ്പേസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ബോത്ത് ഓഫ് ദം വിൽ അട്രാക്ട് ടുവേർഡ്സ് ഈച്ച് അതർ. സോ ദാറ്റ് ഈസ് ദ ആൻസർ. നെക്സ്റ്റ്, എ ഡിസ്ക് ഈസ് റൊട്ടേറ്റിംഗ് with an angular velocity omega. Okay, if a child sit on it, what is conserved?
അപ്പം നമ്മൾ പാർക്കിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ കുട്ടികൾ ഇങ്ങനെ വട്ടത്തിൽ കറങ്ങുന്നത്. അങ്ങനത്തെ ഒരു ഡിസ്കിൽ പെട്ടെന്ന് ഒരു കുട്ടി കയറിയിരിക്കുകയാണ്. കുട്ടി കയറിയിരിക്കുമ്പോൾ എന്ത് പറ്റും, അതിൻ്റെ മാസ് കൂടും. അപ്പോൾ അതിൻ്റെ സ്പീഡ് ഇച്ചിരി ഒന്ന് കുറയും, അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കറങ്ങിക്കൊണ്ടിരിക്കും. സോ അങ്ങനെയുള്ള കേസിൽ ഈ ലീനിയർ മൊമെൻറ്റം അല്ല, കാരണം ഇത് റൊട്ടേഷണൽ മോഷൻ്റെ കേസാണ്, അതുകൊണ്ട് ലീനിയർ മൊമെൻറ്റം അല്ല. ഹിയർ ദ ആംഗുലർ മൊമെൻറ്റമാണ് കൺസേർവ്ഡ് ആയിട്ടുള്ളത്. കൺസർവേഷൻ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റമാണ് നമുക്കിവിടെ വരുന്നത്. ആംഗുലർ മൊമെൻറ്റം നമുക്കറിയാം എൽ ഈസ് ഈക്വൽ ടു നമ്മുടെ നോർമൽ മൊമെൻറ്റം പി എന്ന് പറയുന്നത് മാസ് ഇൻറ്റു വെലോസിറ്റി. സോ ഇവിടുത്തെ കേസിൽ മാസിന് വരും ആംഗുലർ മൂവ്മെൻറ്റിൻ്റെ കേസിൽ നമുക്ക് വരുന്നത്, റൊട്ടേഷണൽ മോഷൻ്റെ കേസിൽ ഇറ്റ് ഈസ് ഐ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ആൻഡ് ദെൻ വെലോസിറ്റിക്ക് വരെ ഒമേഗ. സോ ആംഗുലർ മൊമെൻറ്റം ഐ ഒമേഗയാണ് ഇവിടെ കൺസേർവ്ഡ് ആയിട്ടുള്ളത്. സോ ആംഗുലർ മൊമെൻറ്റം ഈസ് കൺസേർവ്. കൈനറ്റിക് എനർജി കൺസേർവ്ഡ് അല്ല, കാരണം വെലോസിറ്റി അവിടെയും ഇവിടെയും ഡിഫറൻ്റ് ആണ്. മൊമെൻറ്റ് ഓഫ് ഇനേഷ്യയും കൺസേർവ്ഡ് അല്ല, കാരണം വെയിറ്റ് കൂടിയിട്ടുണ്ട് ഐ. സോ അതുകൊണ്ട് ദിസ് വൺ ഈസ് കൺസേർവ്ഡ്. കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം ഈസ് ഫോളോഡ് ഇൻ ദിസ് കേസ്. ഒരു ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുകയാണ്, അവിടെ ഒരു കുട്ടി കയറിയിരിക്കുകയാണ്. സോ ഇങ്ങനെയുള്ള എന്ത് കേസ് വന്നാലും മോസ്റ്റ് ഓഫ് ദ കേസസ് ആംഗുലർ മൊമെൻറ്റം ആയിരിക്കും നമുക്ക് കൺസർവേഷനായിട്ട് എടുത്തത്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം ആയിരിക്കും നമുക്ക് എടുക്കേണ്ടത്. സോ ഇനി ഞാനൊരു ഹോംവർക്ക് പ്രോബ്ലം തരാമെന്ന് കരുതി നോക്കട്ടെ. ഹോംവർക്കൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ചെയ്യാൻ ഇച്ചിരി ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തരാം, അത് ചെയ്യാൻ പറ്റുമോ നോക്കുക. ഈ നമ്മുടെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യയുടെ കേസിൽ അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല, രണ്ടെണ്ണത്തിൻ്റെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് കിട്ടും. സോ ഐ വിൽ റൈറ്റ് ദാറ്റ് ക്വസ്റ്റ്യൻ, നിങ്ങളത് ചെയ്യുക. ഒരു ഹോംവർക്ക് പ്രോബ്ലം ആണേ. Homework 1. The question is like this: a solid sphere of radius r and mass m is rotating about its diameter. അപ്പോൾ ഓർത്തോണം എന്തിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതെന്ന് പ്രത്യേകം തന്നിട്ടുണ്ട്. സോളിഡ് സിലിണ്ടർ ഓഫ് സെയിം മാസ്, അതൊരു സോളിഡ് സ്ഫിയറിൻ്റെ കേസ്. ഇനി സോളിഡ് സിലിണ്ടർ ഓഫ് സെയിം മാസ് ആൻഡ് സെയിം റേഡിയസ്. അപ്പോൾ ഇതിൻ്റെ റേഡിയസും മാസും മറ്റേ നമ്മുടെ സ്ഫിയറിൻ്റെ തന്നെയാണ്. ഈസ് ഓൾസോ റൊട്ടേറ്റിംഗ് അബൌട്ട് its geometrical axis with an angular speed twice that of the sphere. The ratio of their kinetic energies of rotation അതാണ് കണ്ടുപിടിക്കേണ്ടത്. That is kinetic energy of sphere divided by kinetic energy of cylinder will be A is equal to 3:1, B is equal to 2:3, C is equal to 1:5, D 1:4. ഇതിലേതാണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ കാണുക. ഞാനൊരു ഇതും കൂടെ പറഞ്ഞേക്കാം. കൈനറ്റിക് എനർജി നമുക്കറിയാം, ലീനിയർ മോഷൻ്റെ കേസിൽ ½ mv². സോ ഇൻ ദ കേസ് ഓഫ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ½ × I × ω². എമ്മിൻ്റെ സ്ഥാനത്ത് I വരും, ബീൻ്റെ സ്ഥാനത്ത് ഒമേഗ വരും. ഓക്കെ, സോ ഇതിൻ്റെ കേസിൽ ഈ രണ്ടിൻ്റെയും കേസിൽ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് രണ്ടിൻ്റെയും കേസിൽ ഒമേഗ ഓരോന്ന് തന്നിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? ആംഗുലർ സ്പീഡ് ട്വൈസ് ദാറ്റ് ഓഫ് സ്ഫിയർ. അപ്പം ഒരെണ്ണത്തിൻ്റെ ആംഗുലർ സ്പീഡ് തന്നിട്ടുണ്ട്, മറ്റത് ട്വൈസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ വി ക്യാൻ ഫൈൻഡ് വാട്ട് ഈസ് ഒമേഗ ഓഫ് സിലിണ്ടർ, ഒമേഗ ഓഫ് സ്ഫിയർ നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ അഗെയിൻ വി നീഡ് ടു ഫൈൻഡ് വാട്ട് ഈസ് ഒമേഗ ഓഫ് ഐ ഓഫ് സ്ഫിയർ, ഐ ഓഫ് സിലിണ്ടർ. ഇത് രണ്ടും നമ്മൾ കണ്ടുപിടിക്കുക. അതിൻ്റെ ഇക്വേഷൻ നിങ്ങൾ കണ്ടുപിടിക്കുക, എന്നിട്ട് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കത് നോക്കാം. ഓക്കെ.
സോ പ്രാക്ടീസ് ഓൾ ദീസ് ക്വസ്റ്റ്യൻസ്. കുറച്ച് സമയം എടുക്കത്തുള്ളൂ. നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു വിത്തിൻ 1 or 2 minutes യു ക്യാൻ കംപ്ലീറ്റ് ഓൾ ദ പ്രോബ്ലംസ്. അതുകൊണ്ട് ഒരുപാട് ടൈംസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് ടൈം ആവുന്നത്. ബട്ട് യു ജസ്റ്റ് പോസ് ദാറ്റ് ക്വസ്റ്റ്യൻ, ട്രൈ ടു ആൻസർ ദാറ്റ് ക്വസ്റ്റ്യൻ. കിട്ടുന്നില്ലെങ്കിൽ എക്സ്പ്ലനേഷൻ വേഗം നോക്കുക, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. സോ വളരെ കുറച്ച് സമയമുള്ളൂ. ഇനി ബാക്കിയുള്ള ദിവസം 22 വരെയൊക്കെ എക്സാം ഉള്ളവരുണ്ടല്ലോ, അവർക്കൊക്കെ ഇത് ഫോളോ ചെയ്യാം. പിന്നെ ക്യുസാറ്റ് എഴുതാൻ മെയിൽ നെക്സ്റ്റ് മന്തിൽ നമുക്ക് ക്യുസാറ്റിൻ്റെ എക്സാം വരുന്നുണ്ട്, അതിനും നമുക്ക് എടുക്കാം. അതേപോലെ തന്നെ ഇനി നെക്സ്റ്റ് ഇയറിലേക്ക് വരുന്ന കുട്ടികൾക്കും ഇത് ഉപകാരപ്പെടും. സോ ജസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇനി പ്രോബ്ലംസ് വേണമെങ്കിൽ ഇങ്ങനത്തെ ഒരു സീരീസ് താല്പര്യം ഉണ്ടെങ്കിൽ യു ക്യാൻ കമൻറ്റ് ഓൺ ദി കമൻറ്റ് സെക്ഷൻ. ബൈ.